എന്താ ഓഫീസർ, മുക്കും മൂലയൊക്കെ അരിച്ചു പറക്കിയിട്ട് എന്തെങ്കിലും കിട്ടിയായിരുന്നോ? കിട്ടിയതെന്താണെന്ന് ഞങ്ങളെ കൂടെ കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ആഹാ, കൊള്ളാലോ. ഇത് രവി സാറിന്റെ ഫോട്ടോ അല്ലേ? ഇതാണ് ഇത്രയും നേരം നിങ്ങൾ തെരഞ്ഞത്? എന്നോട് ചോദിച്ചിരുന്നെങ്കിലേ ഞാൻ എടുത്ത നല്ല പോസിലുള്ള കിടിലം ഫോട്ടോസ് അങ്ങോട്ട് അയച്ചു തരികയോ കൊണ്ടുതരികയോ ചെയ്യുമായിരുന്നല്ലോ. ഇത്രയും ദൂരം വന്ന് കഷ്ടപ്പെടണമായിരുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടെടുത്തതല്ലേ, കൊണ്ടുപോയിക്കോ. ട്രേഡിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാം. രാജാറാം, വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യേണ്ട സ്ഥലമാണെന്ന് എനിക്ക് വല്ലാത്ത നിർബന്ധമുണ്ട്. എന്റെ ആ നിർബന്ധം എന്റെ എല്ലാ സ്റ്റാഫിനും അറിയാവുന്നതുമാണ്. അതുകൊണ്ടാണ് ഇതുവരെ നിങ്ങൾക്ക് ഇവിടേക്ക് വന്ന് ഇതുപോലൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരായിരുന്നത്. അങ്ങനെ ഞാൻ പടുത്തുയർത്തിയ ഈ സ്ഥാപനത്തിൽ നിങ്ങൾ റെയ്ഡ് നടത്തുന്നു എന്നറിഞ്ഞപ്പോ എന്റെ ജീവിതത്തിലെ 2 പ്രധാന വ്യക്തികളെ അന്വേഷിച്ച് ഞാൻ മറ്റൊരു സ്ഥലത്തായിരുന്നു. നിങ്ങളുടെ ഡ്യൂട്ടിയെ നിയമത്തെ ഞാൻ മാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ മൗനം പാലിക്കുന്നത്. ആരോ ഒരു റോങ് ഇൻഫർമേഷൻ തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇവിടെ വന്നത്, ശരിയല്ലേ? അതെ സർ, ആ ഇൻഫർമേഷൻ റോങ് ആയിരുന്നു എന്ന് മനസ്സിലായി. ബട്ട് ഇറ്റ്സ് അവർ ഡ്യൂട്ടി സർ. ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്ന ആരാണെന്ന് എനിക്കറിയാം. ഇൻഫാക്ട് ദാറ്റ് വാസ് എ കറക്റ്റ് ഇൻഫർമേഷൻ. 100% ക്ലിയർ. എന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാൻ എന്റെ പ്രധാന ശത്രുവിന്റെ നിർദ്ദേശപ്രകാരം ഈ ഓഫീസിനുള്ളിൽ കടന്നു കയറി ഏതോ ലക്കി കൂപ്പണിന്റെ മറവിൽ പ്രൈസ് മണിയായി ഇവിടെ എത്തിച്ച വ്യാജ നോട്ടുകളുടെ പെട്ടി തെരഞ്ഞല്ലേ നിങ്ങളുടെ ഈ വരവ്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ കള്ളപ്പണം പിടിക്കാൻ. റൈറ്റ്? സാർ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഇൻഫർമേഷൻ നൽകിയ ആ സത്യസന്ധയായ മനസ്സിനുടമ ഒരു പെൺകുട്ടിയായിരുന്നില്ലേ? അതെ സർ, അതൊരു പെൺകുട്ടിയായിരുന്നോ? എങ്കിൽ ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച അതേ പെൺകുട്ടിയായിരുന്നു. അവൾ ഇവിടെ തന്നെയുണ്ട്. പോകുമ്പോ വെറും കൈയോടെ പോകണ്ട. റോസ്മേരി. What the hell do you think of me? ഞാനൊരു മണ്ടനാണെന്ന് കരുതിയോ? നീയും നിന്നെ ചാവിറാക്കിയവനും. You are wrong, Rosemary. Absolutely wrong. ഹയർ സ്റ്റഡീസിനാണെന്ന് പറഞ്ഞ് നീ ജോലി റിസൈൻ ചെയ്ത് പോയതും അതിനുശേഷം നീ എവിടെയായിരുന്നെന്നും രേഖയുടെ അസിസ്റ്റന്റായി നീ ഇവിടെ വരുന്ന ദിവസം തന്നെ നിന്റെ വേറെ ബോട്ട്സ് അന്വേഷിക്കാൻ ഞാൻ രാജാറാമിനോട് പറഞ്ഞിരുന്നു. ആ അന്വേഷണം ചെന്നെത്തിയത് ഗോവൻ ക്ലബ്ബുകളിൽ, ഡാർക്ക് വെബ്, ഹാക്കിംഗ്. ഇവിടെ കഴിവ് തെളിയിച്ചതിന്റെ ഫയലുകൾ ഗോവൻ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ജയിലിൽ കിടന്നുകൊണ്ട് കരുക്കൾ നീക്കി നീ എന്ന വെറുമൊരു കാലാൾ പടയാളിയെ എന്റെ സാമ്രാജ്യത്തിലേക്ക് അയച്ച നിന്റെ ബോസില്ലേ, അതിനുള്ള മറുപടി ഞാൻ അവൻ അവിടെ അറിയിക്കുന്നുണ്ട്. ജയിൽ ഇടിഞ്ഞാൽ പോലും അവനിനി പുറം ലോകം കാണില്ല.
റോസ്മേരി ഗോവൻ പോലീസിന്റെ മെസ്സിലെ ഫുഡല്ലേ കഴിച്ചിട്ടുള്ളൂ. ഇനി കുറച്ചുനാള് കേരള പോലീസിന്റെ മെസ്സിലെ ഫുഡ് കഴിക്കാം. നീ ഒരു ഫ്രോഡാണെന്ന് ഇതിനോടകം തന്നെ ഞാൻ മനസ്സിലാക്കിയത്. നീ എനിക്കെതിരെ എന്തൊക്കെ ചെയ്യും എന്ന് മാത്രമേ എനിക്ക് അറിയേണ്ടിയിരുന്നുള്ളൂ. രാജാറാം, ടേക്ക് ഇറ്റ്. ഐ ആം എക്സ്ട്രീംലി സോറി സർ. ഇത് ഞങ്ങളുടെ മിസ്റ്റേക്കാണ്. ഇൻഫർമേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാതെ ഡ്യൂട്ടിയല്ലേ സർ, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവരെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. ഓഫീസേഴ്സ്, യെസ് സർ, കമാൻ. സർ, മുകളിലെ ഒരു റൂം മാത്രം പൂട്ടിക്കിടക്കുകയാണ്. അതിന്റെ കീ കിട്ടിയിരുന്നെങ്കിൽ അതും കൂടെ ചെക്ക് ചെയ്യായിരുന്നു. മാഡം, ആ മുറിയുടെ കീ വേണമായിരുന്നു. മാഡം പ്ലീസ്. മാഡം, ആ മുറിയുടെ കീ കിട്ടിയാലേ സെർച്ച് കംപ്ലീറ്റ് ആവുകയുള്ളൂ. സർ, ആ മുറി ഞങ്ങളുടെ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുറിയാണ്. ഞങ്ങള് അതങ്ങനെ തുറക്കാറില്ല. ദയവായി ആ മുറി തുറക്കാൻ നിർബന്ധിക്കരുത്, പ്ലീസ് സർ. സോറി മാഡം, ഞങ്ങൾക്കങ്ങനെ പ്രത്യേക ഒരു മുറി മാത്രം നിങ്ങൾ പറയുന്നത് കേട്ട് സെർച്ച് ചെയ്യാതെ മടങ്ങാനാവില്ല.
നിങ്ങൾ ആദ്യമായി ഒരു റെയ്ഡിനെ നേരിടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഈവൻ ഒരു ചെറിയ ഷെൽഫ് പോലും ഞങ്ങൾക്ക് സെർച്ച് ചെയ്യാതെ ഇവിടുന്ന് പോകാൻ കഴിയില്ല. എന്താ സാർ ഇത്? എന്താ ഇങ്ങനെ പെരുമാറുന്നേ? ആ മുറിയിൽ എന്റെ ചേട്ടായി രവിചന്ദ്രൻ വർമ്മൻ മാത്രമേ കയറാറുള്ളൂ. ചേട്ടായിക്ക് സെന്റിമെന്റലി വളരെ അറ്റാച്ച്ഡ് ആയ മുറിയാണത്. അത് തുറക്കാൻ ബുദ്ധിമുട്ടാണ് സർ. സർ, പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. നിങ്ങൾക്ക് കീ തരാൻ ഉദ്ദേശമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിൽ മുമ്പോട്ട് പോകേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. അല്ല, നിങ്ങളെന്താ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ? ആ മുറി എങ്ങാനും നിങ്ങൾ തുറന്നാ പിന്നെ ഇവിടെ നടക്കുന്നത് വേറെ ആയിരിക്കും. രാത്രി ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറും പോലെ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്, പെരുമാറുന്നത്? മോനെ രഘു, നീ മിണ്ടാതിരിക്കെ. ഓഫീസർ, ഞങ്ങൾ പറയുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് ആ മുറി തുറന്നേ മതിയാവൂ എങ്കിൽ എന്റെ മകൻ രവിചന്ദ്രവർമ്മൻ വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കണം. കാരണം ആ മുറിയുടെ കീ രവിയുടെ കയ്യിലാണ്. അതുവരെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേറെ വഴി നോക്കേണ്ടി വരും. വാട്ട് നോൺസെൻസ്! നിങ്ങൾ ആ മുറി കുത്തി തുറക്കുന്നാണോ പറഞ്ഞു വരുന്നത്? ആ മുറി തുറക്കാൻ നിങ്ങൾ ഇത്രയും മടി കാണിക്കുന്ന സ്ഥിതിക്ക് പേഴ്സണലി എനിക്ക് തന്നെ ആ മുറിയിൽ കാര്യമായ രഹസ്യമുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. ഓഫീസർ, കമോൺ. വരിക. തുറക്ക്. സർ, പ്ലീസ്. തടസ്സം നിൽക്കരുത്. ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. ഹലോ സർ, ഉടൻ തന്നെ രവിവർമ്മ സാറിന്റെ വീട്ടിൽ നടക്കുന്ന റെയ്ഡ് അവസാനിപ്പിക്കണം. ബട്ട് വൈ സർ? നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അദ്ദേഹത്തിന്റെ ശത്രു കെട്ടിച്ചമച്ചതായിരുന്നു. യഥാർത്ഥ പ്രതിയെ കിട്ടിയിട്ടുണ്ട്. സ്റ്റോപ്പ് ദ റെയ്ഡ് ആൻഡ് സേ സോറി ടു ഹിസ് ഫാമിലി. ഓക്കെ സർ. ഓക്കെ മിസ്റ്റർ വേണു. സാർ, എന്താ സാർ? ഹെഡ് ഓഫീസിൽ നിന്നാ റെയ്ഡ് നിർത്താനാ പറയുന്നത്. ഈ റെയ്ഡ് രവിചന്ദ്രവർമ്മനെതിരായുള്ള ഫേക്ക് ന്യൂസ് ആണെന്ന്, ഏതോ ശത്രുക്കളുടെ ട്രാപ്പ്. സാർ, നമ്മൾ ഇത് അല്പം കടന്നുപോയല്ലോ. ഈ മുറിയുമായിട്ട് അദ്ദേഹത്തിന് എന്തോ പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ... അതെ, ബട്ട് നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാനാവില്ലല്ലോ. ഓക്കെ, കം. സോറി മാഡം. സോറി സാർ. ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഫേക്ക് ഇൻഫർമേഷൻ ആയിരുന്നു. റെയ്ഡ് നിർത്താൻ ഹെഡ് ഓഫീസിൽ നിന്നും ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. വി ആർ എക്സ്ട്രീംലി സോറി ടു ഡിസ്റ്റർബ് യു. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ഓക്കെ, കം ഓൺ. ചെല്ലു. സോറി സാർ. കാളെ പറ്റൂന്ന് കേട്ട് കയറെടുക്കരുത്. രവി, എന്താ മുന്നേ റെയ്ഡൊക്കെ? എന്തോ ഫേക്ക് ന്യൂസ് ആണെന്നൊക്കെ പറഞ്ഞു. എന്താ സംഭവം? ചേട്ടായി, ഓഫീസിൽ ഓക്കെ അല്ലേ? വാട്ട് യു മീൻ ബൈ ഓക്കെ? എന്താ ഉണ്ടായത് രവി? ബ്രദറിലോ, എന്താ ഉണ്ടായത്? വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഇൻകം ടാക്സ് റെയ്ഡിന് പരിസമാപ്തി. വർമ്മൻ ഗ്രൂപ്പിന്റെ ബിസിനസ് സ്ഥാപനത്തിൽ പേഴ്സണൽ അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന റോസ്മേരി എന്ന പെൺകുട്ടിയാണ് കെട്ടിച്ചമച്ച ഈ ടാക്സ് സർട്ടിഫിക്കറ്റിന്റെ പിന്നിലെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മൈ ഗോഡ്, റോസ്മേരി. അപ്പോൾ ലക്കി കൂപ്പൺ പ്രൈസ് എന്ന പേരിൽ എനിക്ക് തന്ന ക്യാഷിനാണോ ഈ റെയ്ഡ് വന്നത്? ദൈവമേ,
ഞാനല്ലേ അവളെ അപ്പോയിന്റ് ചെയ്തത്. എല്ലാം ഇനി എന്റെ തലയിലാവുമല്ലോ. ഓഫീസിൽ കയറിക്കൂടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആ പെൺകുട്ടിക്ക് എങ്ങനെ സാധിച്ചു? മതിയായ രേഖകളില്ലാതെയാണോ ജോലി എടുക്കുന്നത്? എങ്കിലും വല്ലാത്ത ധൈര്യമായി പോയി. അവളുടെ ധൈര്യമല്ലമ്മേ, നമ്മളുടെ ശ്രദ്ധക്കുറവാ. അതാ എല്ലാത്തിനും കാരണം. ഐ എം സോറി ഏട്ടായി. ആ റോസ്മേരി പറഞ്ഞതൊക്കെ വിശ്വസിച്ചത് ഞാനാ. എല്ലാം ഞാൻ കാരണോ. ചേട്ടാ എന്നോട് ക്ഷമിക്കണം. എത്ര തവണയാ ഞാൻ ക്ഷമിക്കേണ്ടത് രഘു? നീ ഓരോ തവണയും തെറ്റുകൾ ചെയ്യുമ്പോൾ നിന്നോട് ഞാൻ ക്ഷമിക്കുന്നത് കൊണ്ടാ നീ നിന്റെ തെറ്റുകൾ ആവർത്തിക്കുന്നത്. ഓരോ തവണ നീ ഓഫീസിൽ വരുമ്പോഴും ഞാൻ നിന്നോട് പറയുന്നതാ, തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് എന്നോടോ സാനിയോടോ ഒരു വാക്ക് ചോദിക്കണമെന്ന്. നീ ഇത് എത്രാമത്തെ തവണ എന്റെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്നത്? ഇനി ഞാൻ എത്ര തവണ നിന്നോട് ക്ഷമിക്കണം? Come on, speak out. ഈ വീട്ടിൽ ഞാൻ അല്ലെങ്കിൽ നീ, ബിസിനസ്സിലോ വ്യക്തി ജീവിതത്തിലോ ഉള്ള ശത്രുക്കൾക്ക് നമ്മളെ ഒരാളെ മതി. നിന്നെ ട്രാപ്പ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നവർ നിന്നോട് 1000 നുണകൾ പറയും, കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കും. അതൊക്കെ കണ്ണുടച്ച് വിശ്വസിക്കുകയാണോ നീ ചെയ്യേണ്ടത്? ചേട്ടായി, അത് എനിക്ക് ലക്കി കൂപ്പണൊന്നും വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ റോസ്മേരി എന്നെ ട്രാപ്പ് ചെയ്തതാ. എനിക്കറിയില്ലായിരുന്നു. 1 രൂപ കൊടുത്താൽ 100 രൂപ കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നീ കൊച്ചു കുട്ടിയൊന്നുമല്ല രഘു. വർമ്മൻ ഗ്രൂപ്പ് എന്ന വേൾഡ് വൈഡ് സ്ഥാപനത്തിൽ ഒരു ഷെയർ നിനക്കുള്ളതാണ്. നിന്റെ ഓരോ ഡിസിഷനും നമ്മുടെയൊക്കെ ജീവിതം തകർക്കാൻ കെൽപ്പുള്ളതാണ്. ലക്കി കൂപ്പൺ വഴി 100 കോടി. ആ കാശ് വല്ല ഓഫീസിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ നീ ഞാനിപ്പോ അകത്താ. ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നിന്റെ പ്രശ്നം നീ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. ചേട്ടായി, ഞാൻ നോ രഘു, ഇന്ന് നീ ചെയ്ത തെറ്റ് നമ്മുടെ കമ്പനിക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കാവുന്ന സിറ്റുവേഷൻ വരെ എത്തിച്ചു. പണം പോയാൽ സമ്പാദിക്കാം, പക്ഷെ നമ്മൾ ഇത്രയും നാൾ ഉണ്ടാക്കിയ സൽപ്പേരും പാരമ്പര്യവും പോയാൽ അത് സമ്പാദിക്കാൻ ഒരുപക്ഷെ എത്രയോ നാൾ വർമ്മൻ കുടുംബത്തിന് വേണ്ടി വന്നെന്നിരിക്കും. ഇത്തവണ കൂടി ഞാൻ ക്ഷമിക്കുന്നു. ഇറ്റ്സ് വെരി ലാസ്റ്റ് വാർണിംഗ്. ബി കെയർഫുൾ. രഘ, കുടുംബത്തിലായാലും ബിസിനസ്സിലായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ. ആ പ്രശ്നങ്ങളെ മത്സര ബുദ്ധിയോട് വേണം കാണാൻ. എന്ത് തീരുമാനം എടുത്താലും അത് നല്ലതിനാവണം. അനാവശ്യ തീരുമാനങ്ങൾക്കാകരുത്. ഇവിടെ ആരും വലുതോ ചെറുതോ അല്ല. ആര് നന്നായിട്ട് പെർഫോം ചെയ്താലും അതിന്റെ നല്ല പേര് വർമ്മൻ കുടുംബത്തിനായിരിക്കും. അതുപോലെ തന്നെ ആര് റോങ് ആയിട്ട് ഡിസിഷൻ എടുത്താലും അതിന്റെ ചീത്തപ്പേരും വർമ്മൻ കുടുംബത്തിന് തന്നെ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.